ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, 28 ഖത്തം തീർത്തു തന്നെ ഒരു മാസത്തിൽ 28 ഖത്തം തീർത്തു പറഞ്ഞു. അതൊക്കെയാണ് ഓരോരുത്തരുടെ മഹത്വമായിട്ട് പറയേണ്ടത്, മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇബാദത്ത് കൂടുതൽ നിർവഹിക്കുക, ഇൽമ് ധാരാളം ഉണ്ടാകുക, ദീനിന്റെ ഖിദ്മകൾ ധാരാളം ചെയ്യാൻ സാധിക്കുക, എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്യാൻ. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മളെപ്പോഴും നമ്മൾ ആദരിക്കുന്ന അതുപോലെ തന്നെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എപ്പോഴും പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അതിനാലുണ്ടാകുന്ന ഫലങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് ആളുകൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. ഇപ്പോ അബ്ബാസ് ഹാജി മരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ സമീപത്ത് പോയി യാസീനോദി ദുആ ചെയ്തിരുന്നു. അബ്ബാസ് ഹാജിന്റെ അടുത്തെത്തിയപ്പോ മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ എന്നോട് പറഞ്ഞു, ഉപ്പ മരിക്കുന്നതിന് മുമ്പ് സിറാജുലുദക്ക് 1 ലക്ഷം റുപ്യ തരാൻ പറഞ്ഞിട്ടുണ്ട്, 1 ലക്ഷം റുപ്യ മുഹിമ്മാത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 2 ലക്ഷം തോന്നുന്നുണ്ട്, പിന്നെ ഒരു സ്ഥാപനത്തിന് മൈദിനാണ് 1 ലക്ഷം റുപ്യ കൊടുക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം കർണാടകക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് തന്നെ ഫസ്റ്റിൽ കൊടിയത്തൂരിലുള്ള ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തോ ഒരു സംഭാവന ചെയ്തിട്ട് 1 ലക്ഷം റുപ്യ വാങ്ങിയിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പൊ നല്ല ദീനിനെ സഹായിക്കുന്ന ആളുകൾ, ദീനിന്റെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തങ്ങന്മാരല്ലെങ്കിലും അവര് പണ്ഡിതന്മാരല്ലെങ്കിലും അവരും അവരുടെ കൂടെ തന്നെയാണ്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സദീഖീന വശുഹദാ എന്നല്ലേ പറഞ്ഞു. ബിസിനസ്സുകാർ അവര് വിശ്വസ്തരായി സത്യവാന്മാരായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർ അവർ അമ്പിയാക്കളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ചിപ്പിയിലാണ് മുത്തുവെച്ചത് എന്ന് നമുക്കറിയില്ല. ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവർ നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാമോ ചെയ്തു, അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടേ. അപ്പൊ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു കബൂൽ ചെയ്ത് കിട്ടണം എന്ന നിലക്ക് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മളോട് അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണ് എന്ത്? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഞാൻ ഇന്നലെ പ്രസംഗിച്ച വിഷയം അതാണ്. ഒരാള് ഒരു പ്രസംഗത്തിനിടയിൽ ആവശ്യമില്ലാതെ എന്തോ ഒരു വിഷയം പറയുന്ന കൂട്ടത്തിൽ നമുക്കങ്ങനെ തരീഖത്തിന്റെ ശേഖന്മാരും ഇമാമിങ്ങളൊന്നും വേണ്ടെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇടയാളന്മാര് വേണ്ട, പഠിച്ചവനോടാ നേരിട്ട് പറഞ്ഞാൽ പോരെ വിഷയം. അങ്ങനെയാണോ ഇസ്ലാം? ഒരിക്കലും അല്ല. ഞാൻ ഇന്നലെ അതിന് ഏകദേശം 1 ഡസനിലധികം ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ഇന്നലെ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നത്. അയാൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പഠിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. നമ്മളയാളെ ചീത്ത അറിയാനോ കുറ്റം പറയാനൊന്നുമില്ല. അറിവില്ലാത്ത ആളുകളെ ആരെല്ലാമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നു. എന്താണ് ആ പരിപാടി? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പരിപാടി? വാസ്തവത്തിൽ അത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ റെക്കമെൻഡ് ചെയ്യാൻ. എന്താ റെക്കമെൻഡ്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ. വർഹംഹു, ഈ മയ്യത്തിന് കാരുണ്യം ചെയ്യണേ. വഅഫു അൻഹു, ഈ മയ്യത്തിന് വിട്ടുവീഴ്ച ചെയ്യണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു, അദ്ദേഹം ചെല്ലുന്ന സ്ഥലം നീ ആദരിക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് എത്ര കാര്യങ്ങളാണ് പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നത്? ആര്? മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 200 ആളുകൾ ഒരാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ, വേറൊരു റിപ്പോർട്ടിൽ 40 ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി എന്നാണ് ഹദീസിലുള്ളത്, അവരെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. അപ്പൊ മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്ന ഒരു റെക്കമെൻഡാണ്. അതാണ് ശഫാഅത്ത് എന്ന് പറഞ്ഞത്. ഇല്ലാ ശുഫിഉ ഫീഹി, അവരുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. റെക്കമെൻഡാണ്. അതിനാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. ശഫാഅ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ, ശഫഅ എന്ന് പറഞ്ഞാൽ ഇരട്ട. എന്നാൽ എന്താണ് അർത്ഥം? ശഫാഅത്ത് എന്ന് പറയുന്നത് എന്താണ്? കൂടിക്കൊടുക്കുക എന്നാണ്. കൂടിക്കൊടുക്കുക, അതാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്കൊരു കാര്യം കിട്ടാൻ വേണ്ടി മറ്റൊരാൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിനാണ് റെക്കമെൻഡ്, ശഫാഅത്ത് എന്ന് പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു സംവിധാനമാണ്. അത് പടച്ചവന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹുവിനോട് തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പടച്ചവൻ വെച്ച കുറെ സംവിധാനങ്ങളുണ്ട്.
ആ സംവിധാനങ്ങളിൽപ്പെട്ടതാണ് മുഅ്മിനീങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുക. അത് മുഅ്മിനീങ്ങൾ എത്ര എണ്ണം കൂടുന്നുണ്ടോ അത്രത്തോളം ഫലം കൂടും. കാരണം ഈമാനുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ബൈത്തുസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ലാ ശുഫിഉ ഫീഹി, അവരെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. അപ്പൊ അല്ലാഹുമ്മ ഗഫിർലു എന്ന് പറയുന്ന റെക്കമെൻഡാണ്. അല്ലാഹുമ്മ റഹ്മൻ റെക്കമെൻഡ്, അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യാൻ. ഇപ്പൊ ചിലർ ചോദിക്കുകയാണ് അതെന്തിനാണ് വേറൊരുത്തൻ റെക്കമെൻഡ് ചെയ്യേണ്ടതുണ്ടോ അള്ളാഹിനോട്? ചിലർ ചോദ്യം അങ്ങനെയാണ്, അള്ളാഹിനോട് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ് അങ്ങനെ തന്നെ ചെയ്താൽ പോരായിനോ? അല്ലാഹു തആല നമുക്ക് ഇസ്ലാം ദീൻ എത്തിച്ചു തന്നെ എങ്ങനെയാ? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മധ്യവർത്തി. ആ മധ്യവർത്തിയായ എന്താണ് മലക്കുകളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. എന്താണ് സഫറ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആയത്ത്? സഫറ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. ഉലൈക സഫറ എന്ന് പറഞ്ഞ ആയത്തുണ്ട്, നോക്കിയെടുത്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആ ആയത്തിൽ ഒന്ന് പറയും സഫറ. സഫറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സഫീറുകൾ, സഫീറുകളുടെ മധ്യവർത്തികളായിട്ട് അർത്ഥം. മലക്കുകളെ അല്ലാഹു തആല അമ്പിയാക്കളിലേക്ക് മധ്യവർത്തികളായി പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ മലക്ക് മുഖേനയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയോ അറിവുകൾ കിട്ടുന്നത്. അപ്പൊ മലക്കിനെ അല്ലാഹു തആല മധ്യവർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പഠിച്ചോൻ അതിന്റെ ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡയറക്റ്റ് അല്ലാഹു അറിവ് കൊടുത്താൽ പോരെ? പക്ഷെ അല്ലാഹു തആല സ്വീകരിക്കുന്ന സമീപന രീതി അല്ലാഹുവിന്റെ ഇഷ്ടമല്ലേ? അത് പഠിച്ചോന്റെ തീരുമാനമാണ്. മലക്ക് മുഖേന വഹി എത്തിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കുക, ഒരാളെ സൃഷ്ടിക്കുമ്പോ, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ ആത്മാവിനെ, റൂഹ്, ആ റൂഹിനെ നിക്ഷേപിക്കാൻ അള്ളാഹു മലക്കിനെ നിശ്ചയിക്കാൻ, മലക്ക് മുഖേന നിക്ഷേപിക്കാൻ. എന്താ അള്ളാഹു തആലക്ക് മലക്കൊന്നും ഇല്ലാണ്ട് തന്നെ നിക്ഷേപിച്ചൂടെ? അള്ളാഹ് കയ്യാഞ്ഞിട്ടാ? കഴിയും. പക്ഷേ അള്ളാഹു തആലയുടെ സംവിധാനം വെച്ചത് അങ്ങനെ, മലക്ക് മുഖേന. ഇനി മഴ പെയ്യിപ്പിക്കുമ്പോ അതിന് മീകായിൽ അലൈഹിസ്സലാം മുഖേന, റൂഹ് പിടിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാം മുഖേന. ഇങ്ങനെ അല്ലാഹു തആല വെച്ച സംവിധാനമാണ്. ഈ കൂട്ടത്തിൽ ഒരു വലിയ സംവിധാനമാണ് അല്ലാഹു തആല വെച്ചത്. മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ ഒരുപാട് സംവിധാനം വെച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് മയ്യിത്തുസ്കാരം. അല്ലാഹുമ്മ ഗഫിർ ലഹു. എന്താണ് ആയത്ത്? അതെ, ബിഐദി സഫറ എന്ന് പറഞ്ഞ മലക്കുകളെ സംബന്ധിച്ചാണ്. ഈ സഫറ എന്ന സഫീർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ റസൂൽ എന്നാണ്, മധ്യവർത്തി. അപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഫമൻ ശാഅ ദക്കറ ഫീ സുഹ്ഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ എന്ന് പറഞ്ഞ സഫറത്ത് എന്ന് പറഞ്ഞ മലക്കുകളെ പറ്റിയാണ്. അപ്പൊ അവര് സഫീറുകളാണ്. അവർ മലക്കുകൾ മുർസലീങ്ങളുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തികളാണ്. ഇനിയോ മൂമിനീങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഈമാൻ കൊടുക്കുന്നു, അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. അതിനിടക്കുള്ള മധ്യവർത്തികളാണ് അംബിയ, മുർസലീങ്ങൾ. മുർസലീങ്ങൾ മുഖേന ഹിദായത്ത് കൊടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വലിയായത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വലിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അങ്ങനെ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്ന സ്ഥലത്തും ഒരുപാട് ആളുകളെ മധ്യവർത്തികളായി വെക്കുന്നു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു തരീഖത്തിന്റെ ശൈഖാണ്, റിഫായി ശൈഖ് അല്ലാഹു തരീഖത്തിന്റെ ശൈഖാണ്. ആ ശൈഖന്മാരെല്ലാം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ദീന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച മധ്യവർത്തികളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവർ മധ്യവർത്തികളാണ്. അവർ മുഖേനയാണ് കർമ്മശാസ്ത്ര നിയമങ്ങൾ സമൂഹത്തിന് കിട്ടിയത്. അത് അല്ലാഹു നിശ്ചയിച്ച മധ്യവർത്തികളാണ്. അതുകൊണ്ട് നമുക്ക് മധ്യവർത്തികൾ വേണ്ട, ഇടയാളന്മാർ വേണ്ട എന്ന് ഇസ്ലാം ദീൻ ആർക്കും കിട്ടൂല, ഇസ്ലാം ദീനിന് നിയമം കിട്ടൂല. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ ഇന്നലെ കുറേ ആയത്തുകൾ ഉദ്ധരിച്ചിരുന്നു, ഒക്കെ ഇപ്പൊ പറയാൻ ഇവിടെ സമയമില്ല. അല്ലാഹു തആല ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? മലക്കുകളെ സംബന്ധിച്ച് തന്നെ അല്ലാഹു പറഞ്ഞു അല്ലദീന യഹ്മിലൂനൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ. അവരുടെ ഡ്യൂട്ടി പറഞ്ഞത് എന്താണ്? വമൻ ഹൗലഹു, ആ അർശിന്റെ ചുറ്റുഭാഗത്തുള്ളവർ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിനെ പുകഴ്ത്തുന്നു. വയുമിനൂന ബിഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് ദോഷം പുറത്തു കൊടുക്കണേ എന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ അല്ലാഹു തആല കുറെ മലക്കുകളെ വെച്ചിരിക്കുകയാണെന്തിന്? മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കണം എന്ന് പറയാൻ. അവർ പറയുന്ന കാര്യം തന്നെ ഖുർആൻ ശേഷം പറയുന്നുണ്ട്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ
വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക. അല്ലാഹുവേ, നിന്റെ മാർഗം പിന്തുടരുന്ന തൗബക്ക് സന്നദ്ധരാകുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നു. അതിനുവേണ്ടി അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ഖുർആൻ പറയാണ് ഇതുപോലെ മുൻഗാമികളായ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് പറയും, ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ് സലാമൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യാ. ആരോട്? എറിയടാ നിന്നെ എന്ന് പറഞ്ഞു. അടുത്ത ബന്ധുവായ ഒരാളാണ്. യാഥാർത്ഥ്യം പറഞ്ഞ എന്റെ വലിയ എറിയൂന്ന്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ് സലാമൻ അലൈക, നിങ്ങൾ നമ്മളൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളെ വൈകി നമ്മളേക്ക്, പക്ഷേ റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ഇന്നഹു കാന ബി ഹഫിയ്യ, അവൻ എന്റെ ദുആ അല്ലാഹു തട്ടൂല. ഇന്നഹു കാന ബി ഹഫിയ്യ ഐ ബാറൻ യുജീബു ദഅവതി എന്നാണ് എന്റെ മാന. അതായത് എനിക്ക് ഗുണം ചെയ്യുന്നവനാണ് എന്റെ റബ്ബ്, അവൻ എന്റെ ദുആ തട്ടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ അദ്ദേഹം, ആ പറഞ്ഞ ആള് ഈമാൻ കിട്ടൂല എന്നുള്ള കാര്യം അല്ലാഹു തആല അറിയിച്ചതിന് ശേഷം പിന്നെ ഈമാൻ ഇല്ലാത്തവർക്ക് ദോഷം പൊറുക്കാൻ വേണ്ടിയുള്ള റെക്കമെൻഡ് പറ്റൂല. അതുകൊണ്ടാണ് ആരും ഈമാൻ ഇല്ലാത്തവർക്ക് ആരും തന്നെ മയ്യിത്തുസ്കരിക്കൂലല്ലോ, അല്ലാഹു ഗഫർ ലഹു എന്ന് പറയൂലല്ലോ. അപ്പോ ഈമാനുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നത് അമ്പിയാക്കൾ ചെയ്ത ഡ്യൂട്ടിയാണ്. ഇനിയും കാണാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു ഈമാൻ ഇല്ലാത്തവർക്ക് അതില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു കാണാം, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്തോ, ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലേ അവർക്ക് വേണ്ടി പറയണ്ട, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ, 70 തവണ തങ്ങൾ പറഞ്ഞാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കലാണ്. എന്താ കാരണം? ആർക്കാ പുറത്തു കൊടുക്കാത്തത്? ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചവരാ. വിശ്വസിച്ചവർക്കുള്ളതാണ് റെക്കമെൻഡ്, വിശ്വസിക്കാത്തവർക്ക് റെക്കമെൻഡ് കിട്ടൂല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇതേപോലെ വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ റെക്കമെൻഡ്, നമുക്ക് അങ്ങനെ ഒരു ഇടയാളൊന്നും വേണ്ട, റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് ഒന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹം ഖുർആനിന്റെ വിരോധിയാണ്, അദ്ദേഹം ഇസ്ലാമിന്റെ വിരോധിയാണ്, ഇസ്ലാമിന്റെ ആശയത്തിന് വിരുദ്ധാണ് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം, ഖുർആനല്ലേ ഇസ്ലാമിന്റെ ആശയം പഠിപ്പിച്ചത്. ആ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമല്ലേ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങോട്ട് നവം കൊടുത്തോളി. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح
الله أكبر الله أكبر لا إله إلا الله المقام المحمود وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞാണ്, അസ്തഗ്ഫിർ ലി ദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ളവരുടെ ദോഷം പൊറുക്കാൻ നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് റെക്കമെൻഡ് ഉണ്ട്, മുശ്രിക്കീങ്ങൾക്ക് റെക്കമെൻഡ് ഇല്ല. അതേപോലെ മുനാഫിഖുകൾക്ക് റെക്കമെൻഡ് കിട്ടൂല. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. അതിൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണം മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. മുനാഫിഖീങ്ങളുടെ ലക്ഷണം പറയുമ്പോൾ അല്ലാഹു തആല പറയാണ്, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യും, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ ലവ്വൗ റൂസഹും, മുനാഫിഖുകൾ അവർ തലതിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവരെ അത് തടയുന്നവരായി നിങ്ങൾക്ക് കാണാം. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. ഞങ്ങൾ പഠിച്ചവരോട് ഞങ്ങളങ്ങ് പറയൂല, പിന്നെ മുഹമ്മദ് നബിയോട് പറഞ്ഞതിനാ? മുഹമ്മദ് നബി ഇടപെടേണ്ട ആവശ്യം എന്താ? ഈ ഒരു ചിന്താഗതി അത് അഹങ്കാരികളെ ചിന്താഗതിയാണെന്നും അത് മുനാഫിഖിന്റെ സ്വഭാവമാണെന്നും ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറഞ്ഞൊരു മുനാഫിഖിന്റെ നേതാവ് ഉണ്ടായിരുന്നു. അയാളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരോപണം പറഞ്ഞു തുടങ്ങി പ്രശ്നം ഉണ്ടാക്കിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആളോട് മഹാന്മാരായ സഹാബത്ത് പോയി പറഞ്ഞതാ, നിങ്ങൾ വേണ്ടാത്ത പലതും ചെയ്തില്ലേ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് തആലു വരീൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറ, എന്നിട്ട് റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് ഞാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഞാൻ തയ്യാറായി, ഞാൻ പഠിച്ചോനെ മാത്രമേ ഇബാദത്തിന് അർഹനുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിക്കുകയും ചെയ്ത്, പിന്നെ ഞാൻ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ് അതിനും ഞാൻ റെഡിയായി. ഇനിയിപ്പോ ഞാൻ മുഹമ്മദിന് സുജൂദ് ചെയ്യാൻ അതിനെന്നെ കിട്ടൂല. മുഹമ്മദിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ സഹാബത്ത്? ഇല്ല. പറഞ്ഞെന്താണ്? മുഹമ്മദ് നബിയോട് റെക്കമെൻഡ് തേടണം എന്നാ പറഞ്ഞു. അതിനെ അയാൾ പിടിച്ചിട്ടും ചെയ്തു, അത് സുജൂദ് പോലെയാണ് എന്ന് പറഞ്ഞു. അതെന്നല്ലേ ഇപ്പൊ ഈ മുജാഹിദീങ്ങളും പറയുന്നത്. അതായത് റെക്കമെൻഡ്, നിബിതങ്ങളോട് റെക്കമെൻഡ് തേടിയാൽ അത് ആരാധനയാണ്, നബിക്ക് ആരാധനയാണ് എന്നല്ലേ അവരും പറയുന്നേ. അപ്പൊ ഈ മുനാഫിഖിന്റെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആള് അന്നത് പറഞ്ഞപ്പോ ഇറങ്ങിയ ആയത്താണ് ഇത് സൂറത്തുൽ മുനാഫിഖൂനയിൽ. ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലു വരീൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കും, നിങ്ങൾക്ക് ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും, അതിന് റസൂലുള്ളാഹിനോട് പറയാൻ വരൂ എന്ന് പറയുമ്പോൾ അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന, അവർ തടയുന്നതായി നിങ്ങൾക്ക് കാണാം. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. ആ മുനാഫിഖീങ്ങൾക്ക് ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു പുറത്തു കൊടുക്കൂല. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ പുറത്തു കൊടുക്കുകയുള്ളൂ. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തോന്നിവാസികളായ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി അല്ലാഹു കൊടുക്കൂല. അപ്പൊ മുനാഫിഖുകളുടെ ലക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ചോദിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് തയ്യാറാവില്ല. ഖുർആനിൽ അല്ലാഹു തആല നബി തങ്ങളോട് പറയാണ്, വസ്തഗ്ഫിർ ലി ദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ളവരുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വേറൊരായത്തിൽ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തെറ്റ് വല്ലതും സംഭവിച്ചു പോയാൽ ഈമാൻ ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ സ്വഭാവം നബിതങ്ങളുടെ സമീപത്ത് വരും,
വരും. എന്നിട്ട് നബി തങ്ങളെ സമീപത്ത് നിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, വസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരെ ദോഷം പൊറുക്കാൻ വേണ്ടി നബിയെ എന്റെ ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ എന്ന് നബി തങ്ങളോട് ആവശ്യപ്പെടും. എന്നിട്ടോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവരെ പാപം പൊറുക്കുന്നതായി അള്ളാഹുവിനെ അവർക്ക് എത്തിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ ആയത്തല്ലേ അത്? ഈ ആയത്താണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗവർണറായ അബൂ ജഅഫർ അൽ മൻസൂറിനോട് പറഞ്ഞത്, വലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി വഖദ് ഖാല തആല വലൗ അന്നഹും യളമു അൻഫുസഹും അൽ ആയ. ഈ ആയത്താണ് തെളിവ് പറഞ്ഞത്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാളായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ് കൂടിയായ മദീനയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ മുദരിസ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം ഈ ആയത്താണ് തെളിവ് പറഞ്ഞത്. നബി തങ്ങളോട് റെക്കമെൻഡ് തേടണം എന്നാണ് ഖുർആനിൽ ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഖുർആനിൽ അല്ലാഹു തആല ഉടനീളം പഠിപ്പിച്ച ഒരു കാര്യം ഇനിയും എത്രയോ പറയാനുണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബി തങ്ങളുടെ സ്വഭാവ മഹിമ പറഞ്ഞതിന് ശേഷം അത് പറയാൻ, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, നബിയെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, വസ്തഗ്ഫിർ ലഹും, അവരെ പാപം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യുക. വേറൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു തആല സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്ന ഒരു സ്ഥലം, യാ അയ്യുഹൻ നബി ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക അലാ അല്ലാ യുശ്രികന ബില്ലാഹി ശൈഅൻ വലാ യസ്രിഖന വലാ യസിന വലാ യഖ്തുൽന ഔലാദഹുന്ന വലാ യതീന ബിബുഹ്താനിൻ യഖ്ബീനഹു ബൈന ഐദിഹിന്ന വഅർജുലിഹിന്ന വലാ യസീനിക ഫീ മഅറൂഫിൻ വബായിഉന്ന. നബിയെ തങ്ങളോട് കരാറ് നടത്താൻ വേണ്ടി ഈമാനുള്ള പെണ്ണുങ്ങന്മാര് വന്നാൽ അവരുമായി കരാറ് നടത്തിക്കോളൂ. വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, ആ ബൈഅത്ത് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി തങ്ങൾ അവരെ ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്യണം നബിയെ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ദോഷം പൊറുത്തു കൊടുക്കുന്നവനാണ്. ഇതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് പറയാണ്, റബ്ബി ഗഫിർലി വലി അഖി, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. പോരാ, സഹോദരനായ ഹാറൂൻ നബിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, വലി അഖി, എന്റെ സഹോദരനും പുറത്തു കൊടുക്കണേ. ഫഅദ്ഖിൽനാ ഫീ റഹ്മതിക, നിന്റെ റഹ്മത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ കടത്തണേ. അപ്പൊ ഹാറൂൻ നബി അലൈഹി സ്വലാമിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റെക്കമെൻഡ് ചെയ്യാൻ, ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ റസൂലാക്കി പറഞ്ഞേക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഹാറൂൻ നബി അലൈഹി സ്വലാമിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം വേറെ റെക്കമെൻഡും ചെയ്യുകയാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയാണ്, ഖാല സഅസ്തഗ്ഫിറു ലക്കും റബ്ബി, തെറ്റ് ചെയ്തു പോയ മക്കളോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യും നിങ്ങളെ ദോഷം പുറത്തു തരാൻ എന്ന നിലക്ക് സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ആയത്തുകളാണ്. വേറെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബന ഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ, റബ്ബേ എനിക്ക് പുറത്തു തരണം, വലി വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പൊറുക്കണം, വലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്കൊക്കെ പൊറുക്കണം. അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ ഇതുപോലെ നമുക്ക് കാണാം. ഫഗ്ഫിർ ലില്ലദീന താബു എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി ഖുർആനിലെ മറ്റൊരു സ്ഥലത്ത് വല്ലദീന ജാഊ മിൻ ബഅദിഹിം, നല്ല ആളുകളൊക്കെ കഴിഞ്ഞ് ശേഷം വരുന്ന മുഅ്മിനീങ്ങളുടെ സ്വഭാവം, യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയുന്നതിന്റെ പുറമെ ഞങ്ങളെ മുൻഗാമികളായി മുൻകടന്നു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മുഅ്മിനീങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ഖുർആൻ സൂറത്തുൽ ഹസ്റിൽ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാൻ എന്ന് അല്ലാഹുവിനോട് അമ്പിയാക്കൾ പ്രാർത്ഥിച്ചത് ഖുർആനിൽ അല്ലാഹ് പറയാൻ. ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരുപാട് തെറ്റുകൾ ചെയ്ത സഹോദരന്മാർ അവർ അവസാനം യൂസുഫിനിവിടെ കൊട്ടാരത്തിലെത്തിയപ്പോ ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾ ആക്ഷേപമൊന്നുമില്ല, പണ്ടേത്തൊന്നും പറയാനൊന്നുമില്ല, എല്ലാം മറന്ന് യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇങ്ങനെ അല്ലാഹുവിനോട് അമ്പിയാക്കളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആൻ നബിതങ്ങളോട് പ്രത്യേകം പറയുന്നു. ഈമാനുള്ളവരുടെ ദോഷം പൊറുക്കാൻ നബിതങ്ങളോട് റെക്കമെൻഡ് ചോദിക്കണം എന്ന് ഖുർആൻ പറയുന്നു. റെക്കമെൻഡ് റസൂലുള്ളാഹിനോട് ചോദിക്കൂല, അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ട, അങ്ങനെ ഒരു ഇടയാളൻ വേണ്ട എന്ന് പറയുന്നവർ മുഅ്മിനീങ്ങളല്ല, മുനാഫിഖീങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു, അഹങ്കാരികളാണെന്ന് ഖുർആൻ പറയുന്നു. ഈ ആയത്തൊന്നും ഈ പുത്തൻവാദികളായ സാധാരണക്കാർ
അവർ അറിയില്ല. ആ ആയത്തുകളൊക്കെ ഖുർആനിലുണ്ട്. പക്ഷെ ഈ ആയത്തുകളൊന്നും അവരറിയില്ല. അവരിങ്ങനെ ഏതോ മൗലവിമാര് പറഞ്ഞു പറ്റിച്ചു. അപ്പൊ അവര് പഠിച്ചു വെച്ചിരിക്കുന്ന ഇടയാളന്മാര് വേണ്ട. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സഹാബി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങൾ നന്നായി ഓതു എടുത്തോളി, എന്നിട്ട് നന്നായി രണ്ടരക്കെ നിസ്കരിച്ചോളി, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് മുന്നിടുന്നു, ബിനബിയിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ നബിയെ അടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. സുബ്ഹാനല്ലാഹ്, ബിനബിയിക നബിയ്യിർ റഹ്മ. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് തങ്ങളെ അടയാളനാക്കി ഞാൻ മുന്നിട്ടിട്ടുണ്ട്. ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിൽ, ലിതഖ്ദിയ ലീ ഔ ലിതഖ്ദാലി, രണ്ട് നിലക്കുണ്ടാകും. ലിതഖ്ദിയ ലീ, തങ്ങളത് നിർവഹിച്ചു തരാൻ വേണ്ടി. മറ്റൊരു നുസ്ഖയനുസരിച്ച് ലിതഖ്ദാലി, എന്റെ വിഷയം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ആ ഹദീസ് സഹീഹാണെന്നതിൽ ആർക്കും തർക്കമില്ല. അപ്പൊ നബിതങ്ങൾ തന്നെ ഇടയാളനാക്കി, നബിതങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അതിലിടയ്ക്ക് റസൂലുള്ളാഹിനെ വിളിക്കാനും തങ്ങളോട് തന്നെ പറയാനും, എന്നിട്ട് അല്ലാഹുമ്മ ഫശഫിഹു ഫിയ, അള്ളാഹുവേ എനിക്ക് വേണ്ടി നബിതങ്ങൾ ചെയ്യുന്ന റെക്കമെൻഡ് നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹിനോട് വേറെ ദുആ ചെയ്യാനും നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്ത സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. ഇതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴയില്ലാതെയായപ്പോ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ശരീഫിന്റെ അടുത്ത് വന്നിട്ട്, ഇസ്തസ്ഖലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരണേ എന്ന് റസൂലുള്ളാഹിനോട് പറയാൻ, ഖബറിന്റെ അടുത്ത് വന്ന് പറയാൻ. ആ പറഞ്ഞ സംഭവം അതേ നിലക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് പറയുമ്പോ കാട്ട സപ്പോർട്ടാണ്. ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു അക്ഷരം പറയുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 100% സപ്പോർട്ട് ചെയ്യാണ് ആ ചെയ്ത പണിക്ക്. ആ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹദീസ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ശറഹുൽ ഇലാഹിൽ തെളിവ് പറഞ്ഞത്, ഇസ്തിഗാസക്ക് തെളിവ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വഫാത്തിന് മുമ്പ് ശേഷം എന്ന വിഷയമൊന്നുമില്ല. എല്ലാ സഹായം കൊടുക്കുന്നവൻ അള്ളയാണ്, എല്ലാ സഹായം ചെയ്യുന്നവൻ അള്ളയാണ്. അല്ലാഹു തആലാന്റെ സഹായം അത് പലരും മുഖേനയും കൊടുക്കുന്നു. അത് ചിലപ്പം ഗവൺമെന്റ് മുഖേന ഉണ്ടാവും സഹായം, പോലീസ് മുഖേന ഉണ്ടാവും, അതുപോലെ പണക്കാരൻ മുഖേന ഉണ്ടാവും, ആരോഗ്യമുള്ളവൻ മുഖേന ഉണ്ടാവും. അങ്ങനെ പല സഹായമുണ്ട്. മലക്കുകൾ മുഖേനുള്ള സഹായമുണ്ട്. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, അതേ യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, പടച്ചവന്റെ ഉത്തരവ് പ്രകാരം ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അതേ മുസീബത്തുകളിൽ കാവൽ നൽകുന്ന മലക്കുകളുണ്ട്. അല്ലാഹു തആലക്ക് മലക്കുകൾ വേണോ കാവൽ കൊടുക്കാൻ? പക്ഷെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറെ മധ്യവർത്തികളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ആ മലക്കുകൾ മുഖേന കാവൽ കൊടുക്കുന്നു എന്ന് ഖുർആൻ പറയാൻ, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരിക്കലും തന്നെ ഖുർആൻ വിശ്വസിക്കുന്ന ഒരാൾക്കും ഇടയാളൻ വേണ്ട, ഞാൻ അതിന്റെ ആളാ എന്ന് പറയാനുള്ള വകുപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഈമാനുള്ള ആളുകളെ ആളാകാൻ സാധിക്കുന്നില്ല എന്നാണ്. അള്ളാഹു അങ്ങനെ പറഞ്ഞവർക്കൊക്കെ തിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാതെ ആരും ഇമാമിങ്ങളെ പരിഹസിക്കണ്ട, ആരും ശൈഖന്മാരെ പരിഹസിക്കണ്ട. ശൈഖന്മാരെ ഞാനീ പറഞ്ഞത് ഒറിജിനലിനെ പറ്റിയാണ്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റിനെ പറ്റിയല്ല. അപ്പോ മശായിഖന്മാരെ ആരും പരിഹസിക്കണ്ട. അതുപോലെ സുന്നത്ത് ജമാഅത്തിനെയും ആരും പരിഹസിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ മുഴുവനും ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞ ആശയങ്ങളാണ്, ഹദീസിൽ പറഞ്ഞ ആശയങ്ങളാണ്, ലോകത്തൊരു പണ്ഡിതന്മാർക്കും തർക്കമില്ലാത്ത ആശയങ്ങളാണ്. ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞ ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ. അദ്ദേഹം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് വന്നിട്ട് നബി തങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ ഖബറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹായം കൊടുത്തിട്ടുണ്ടെന്നും അത് സത്യമാണെന്നും വ്യക്തമായി അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ വൽ വസീല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അയാൾ പറയുന്നുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, മുമ്പ് കാലത്ത് അയക്കപ്പെട്ട മുർസലീങ്ങളോട് ചോദിക്കൂ നബി എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. മുർസലീങ്ങളോട് ചോദിക്കുന്ന ഈ ആയത്തിന്റെ അർത്ഥം അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, അത് ഇൽമിന്റെ സഹായം ചോദിക്കാനാണ്. ഇൽമിന്റെ സഹായം ചോദിക്കാനാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, മുൻകഴിഞ്ഞ മുർസലീങ്ങളോട് ചോദിക്കാൻ പറഞ്ഞത്. പിന്നെ എന്തിനെ അള്ളാഹുവിലേക്ക് അടയാളം വേണോ? എങ്കിൽ പിന്നെ അല്ലാഹു തആല എന്തിനു വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന് പറയണം? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ,
അതെ, അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അല്ലാഹു അവന്റെ സഹായം കൊണ്ട് ഓ നബിയെ തങ്ങളെ ശക്തിപ്പെടുത്തി. വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി. അപ്പൊ ശക്തിപ്പെടുത്തൽ അള്ളാന്റെ സഹായം തന്നെയല്ലേ? മുഅ്മിനീങ്ങളെ സഹായം അള്ളാന്റെ സഹായം തന്നെയാണ്, അമ്പിയാക്കളുടെ സഹായം അള്ളാന്റെ സഹായം തന്നെയാണ്, മലക്കുകളുടെ സഹായം അള്ളാന്റെ സഹായം തന്നെയാണ്. ഒരു പണക്കാരൻ 1 ലക്ഷം റുപ്യ എന്നുള്ളത് അള്ളാന്റെ സഹായം തന്നെയാണ്. അയാൾ മുഖേന അള്ളാഹ് തന്നേ ഉള്ളൂ. അള്ളാഹു കൊടുത്തില്ല അയാളെങ്ങനെ തരും, അള്ളാഹു തോന്നിപ്പിച്ചില്ല അയാളെങ്ങനെ തരും. അപ്പൊ അത് അള്ളാന്റെ സഹായം തന്നെയാണ്. അതാണ് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. 5000 മലക്കുകൾ ഇറക്കിയിട്ട് ബദറിൽ അള്ളാഹു തആല സഹായിച്ചു. അള്ളാഹ് കണ്ട ഒറ്റക്ക് സഹായിക്കാൻ കഴിയാഞ്ഞിട്ടാ. അള്ളാഹു തആലക്കാൻ 5000 മലക്കുകൾ വേണം സഹായിക്കണമെങ്കിൽ. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമാണ് പലരും മുഖേന സഹായം കൊടുക്കുക. 5000 മലക്കുകൾ ഇറക്കിയിട്ട് അള്ളാഹ് സഹായിച്ചു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് സഹായം. ആ സഹായവും മലക്കുകളുടെ സഹായവും അള്ളാന്റെ സഹായം തന്നെയാണ്, അള്ളാന്റെ കാവൽ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യാണ്. എന്താ ദുആ? അള്ളാന്റെ റസൂലിന്റെ മദീവാടിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി ദുആർക്കാണ് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദൂസ്, ജിബ്രീലിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അതിന് അല്ലാഹുവിന്റെ അടയാളം വേണം. അള്ളാഹ് എന്താ നേരെ ശക്തിപ്പെടുത്തിയാ പോരെ? പക്ഷെ റസൂലുള്ളാഹിന്റെ ദുആയ അയ്യിദുഹു ബിറൂഹിൽ ഖുദൂസ്, റൂഹുൽ ഖുദൂസ് ജിബ്രീൽ മുഖേന നീ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തണേ. അപ്പൊ അള്ളാഹുവിന് ആവശ്യം ഉണ്ടായിട്ടില്ല, ഒരു ഇടയാളന്റെ ആവശ്യവും അള്ളാഹില്ല. പക്ഷെ അള്ളാഹ് വെച്ചൊരു സംവിധാനമാണ്. മഹാന്മാര് മുഖേന, മലക്കുകൾ മുഖേന, അമ്പിയാക്കൾ മുഖേന. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി. അവർ വന്നിട്ട് മൂസാ നബിയോട് പറയാണ് ഞങ്ങൾക്ക് വെള്ളം വേണം. ഖുർആൻ അല്ലാഹ് പറയാണ് വഹീനാ ഇലാ മൂസ ഇതിസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ, ആ മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വന്ന് തേടി. എന്തിന്? വെള്ളം തേടി, വെള്ളം തരണമെന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് വെള്ളം വാങ്ങിച്ചു കൊടുത്തു. ഖുർആൻ പറയും ഫംബജസത് മിൻഹു 12 ഐന, അള്ളാഹു തആല മൂസാ നബിക്ക് ഓർഡർ കൊടുത്തു അനിദ്രിബ് ബിഅസാകൽ ഹജർ, കല്ലിന് വടി കൊണ്ടടിക്കണം. അടിച്ചപ്പോൾ ഫംബജസത് മിൻഹു 12 ഐന, 12 തോടുകൾ പൊട്ടി ഒലിച്ചു എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ അള്ളാഹു തആലയുടെ സഹായം കിട്ടാനാണ് മൂസാ നബിയോട് ജനങ്ങൾ തേടിയത്. അല്ലാഹു തആല ആ സഹായം മുഅ്ജിസത്ത് മുഖേന കൊടുക്കുകയാണ്, മുഅ്ജിസത്ത് മുഖേന കൊടുക്കുകയാണ്. അപ്പൊ പണമുള്ളവരോട് പണം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യമുള്ളവനോട് കയ്യൊന്ന് പിടിച്ചു തരുമോ, ഇതൊന്നും എടുത്ത് തലയിൽ വെച്ച് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അമ്പിയാക്കൾക്കുള്ള മുഅ്ജിസത്ത് കൊടുക്കുന്നുണ്ട്, മുഅ്ജിസത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. ഔലിയാക്കൾക്കുള്ള കറാമത്ത് കൊടുക്കുന്നുണ്ട്, കറാമത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. ബറക്കത്തുള്ളവരോട് ബറക്കത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. എന്തിനധികം പറയണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസല്ലേ, അള്ളാന്റെ റസൂല് പറയാണ് അസ്സിയാമു വൽ ഖുർആൻ യസ്ഫഅനി യൗമൽ ഖിയാമ. നോമ്പ് റെക്കമെൻഡ് ചെയ്യും. നോമ്പ് തന്നെ സാധനം വളരെ കണ്ടിരോ? നിങ്ങളാരും നോമ്പിന്റെ ഫോട്ടോ കണ്ടിരോ? നോമ്പ് എന്ന് പറയുന്ന ആ അമല് അത് റെക്കമെൻഡ് ചെയ്യും. വൽ ഖുർആനു, ഖുർആൻ റെക്കമെൻഡ് ചെയ്യും ഖിയാമത്ത് നാളില്. ഖുർആൻ പറയും പടച്ചോനെ ഇയാൾ നരകത്തിലില്ലേ, ഇയാൾ ഉറക്കൊഴിച്ചിട്ട് ഖുർആൻ ഓതിയ ആളാണ്, അതുകൊണ്ട് എന്നെ വളരെ ആദരിച്ച് ബഹുമാനിച്ച് ഓതിയ ആളാണ്, അയാൾ നരകത്തിലില്ലേന്നും ഖുർആൻ റെക്കമെൻഡ് ചെയ്യും. നോമ്പ് പറയും ഇതാ നോമ്പായിട്ട് രാവിലെ പകല് മുതൽ അയാളൊന്നും കഴിച്ചില്ല, പകല് അയാൾ നരകത്തിലിടല്ലേ എന്ന് നോമ്പ് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നോമ്പ് റെക്കമെൻഡ് ചെയ്യും, ഖുർആൻ റെക്കമെൻഡ് ചെയ്യും, മലക്കുകൾ റെക്കമെൻഡ് ചെയ്യും, അമ്പിയാക്കൾ റെക്കമെൻഡ് ചെയ്യും, ഔലിയാക്കൾ റെക്കമെൻഡ് ചെയ്യും, സാലിഹികൾ റെക്കമെൻഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മയ്യിത്ത് നിസ്കാരം തന്നെ റെക്കമെൻഡാണ്. മയ്യിത്ത് നിസ്കാരം അല്ലാഹുമ്മ പുറത്തു കൊടുക്കണേ എന്നല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരു റെക്കമെൻഡ് ഒന്നും ആവശ്യമില്ല, ഇടയാളൻ ആവശ്യമില്ല. അതാണ് ഞാൻ അതിന്റെ ആളാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് ദീനിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അത്തരം ആളുകൾ ദീന് പഠിക്കണം. ഒരിക്കലും സുന്നത്തിയമായത്തിനെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്, അറിവില്ലാത്തത് പറയരുത്, അറിവുള്ളവര് പറയട്ടെ എന്ന് വിചാരിക്കണം. ഹസ്ബുനല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. വേറൊരായത്താ അല്ലാഹു തങ്ങൾക്ക് മതി, വമനിത്തബഅക മിനൽ മുഅ്മിനീൻ തങ്ങളെ പിന്തുടർന്ന മുഅ്മിനീങ്ങൾ മതി, ബദരീങ്ങളും ഉഹദീങ്ങളും അതാണ്, അവരും മതി എന്ന് ഖുർആൻ പറയാൻ. അപ്പോ പരിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകളാണ് ആ വിഷയത്തിലുള്ളത്? ഈ ആയത്തുകളൊന്നും പഠിക്കാതെ ഈ പാവം ആൾക്കാരെ, സാധാരണക്കാരായ ആൾക്കാരെ ഈ മൗലവിമാര് പറ്റിച്ചു. എന്ത് പറ്റിക്കലാന്നറിയോ? മക്കയിലെ മുശ്രിക്കീങ്ങള് അവര് ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കുറെ സാധനങ്ങളെ വിളിച്ച് തേടിയിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറഞ്ഞ് കുറെ ദൈവങ്ങളെ സ്ഥാപിച്ചു അവർ. മുസ്ലിമികളെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ദൈവമില്ല, അതാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതെ വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതിഊന നസ്റഹും. അല്ലാഹ് പറയാണ്, അതെ ആ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, കുറെ ദൈവങ്ങളെ സ്ഥാപിച്ചു.
ദൈവമാണ് എന്നുള്ള നിലക്ക് പലതിനെയും സ്ഥാപിച്ചു. സഹായം കിട്ടാൻ. അപ്പൊ അല്ലല്ലാത്ത ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ സഹായം തേടി. അതിനെപ്പറ്റി അള്ളാഹ് പറയാ ലാ യസ്തതിഉന നസ്റഹും. അങ്ങനെ ദൈവമാണെന്ന് വിശ്വസിച്ച ആ ദൈവങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയൂല. കാരണം അള്ളാഹു ഒരു കഴിവും കൊടുക്കൂല, ഒരു സഹായം കൊടുക്കൂല. അതുകൊണ്ട് അങ്ങനെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം തേടിയതിനെ അല്ലാഹു തആല ഖുർആനിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത പല സാധനത്തിനും അവർ ഇബാദത്തെടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു പടച്ചവനിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത്. എന്തൊരു സംഗതിയാണ്! അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് അല്ലാത്തവരെ ആരാധിക്കുന്ന ശിർക്ക്. അള്ള പൊറുക്കാത്തൊരു ദോഷമാണ്. അത് ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കൂ എന്ന് പറഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ചു, കണ്ണടക്കി ബാപ്പാന്റെ മുഖത്ത് ഒറ്റൊന്ന് കൊടുത്തിട്ട് ബാപ്പാന്റെ പൊരുത്തം കിട്ടാനാന്ന് ഒരുത്തം പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? കണ്ണടക്കി ബാപ്പാന്റെ കണ്ണടക്കി ഒന്ന് കൊടുക്കും. എന്റെ ഒരു ബാപ്പാന്റെ പൊരുത്തം കിട്ടാനാണ് ഞാൻ കണ്ണടക്കി കൊടുത്തതെന്ന് പറയാം. ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് ഒരുത്തം പറഞ്ഞാൽ ആ പറയുന്ന വിഡിത്തല്ലേ? എന്ന് പറഞ്ഞ് അതിൽപ്പെട്ടതാ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അത് ഏത് ശഫാഅത്താണ്? അത് വളരെ വിശദമായി ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, പടച്ചവനോട് കണ്ണു മുച്ചി വാങ്ങിത്തരും ഞങ്ങളെ ദൈവങ്ങള് എന്ന് പറഞ്ഞു മുശ്രിക്കുകള്. പടച്ചവനെ പേടിപ്പിച്ചിട്ട് വാങ്ങിത്തരും. അതിനെപ്പറ്റി അള്ളാഹ് പറയാണ്, അള്ളാഹിനെ അങ്ങനെ പേടിപ്പിക്കാനും അള്ളാഹുവിനെ അനുസരിപ്പിക്കാനൊന്നും ഇവിടെ ഒരു ആളും ഇല്ല. അങ്ങനത്തെ ഒരാളെ സഹായവും ഈ ദുൽമ് ചെയ്യുന്ന അഥവാ ശിർക്കിന്റെ ദുൽമ, ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം, ഈ വലിയ ശിർക്കിന്റെ ദുൽമ ചെയ്യുന്നവർക്ക് ഒരാളെ സഹായം കിട്ടൂല. അതൊന്നും മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്ക് റെക്കമെൻഡിന് അല്ലാഹു തആല മലക്കുകളെ വെച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ വെച്ചിട്ടുണ്ട്, സാലിഹീകളെ വെച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ വെച്ചിട്ടുണ്ട്, നോമ്പിനെ വെച്ചിട്ടുണ്ട്, ഖുർആനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ പലതിനെയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനും ഹദീസും പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, ഖിയാമത്ത് നാളാവുമ്പോൾ ആളുകളെ കബളിപ്പിക്കുന്ന ചില കക്ഷികൾ വരും. കദ്ദാബൂന, ഒരുപാട് കളവ് പറയും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ യതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ പഴയ കാലത്തുള്ള മഹാന്മാരായ മാതാപിതാക്കളോ നിങ്ങളെ മുൻഗാമികളോ കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും അവർ. ഇയ്യാക്കും വയ്യാഹും അവരെ സൂക്ഷിക്കണം. ലായുദല്ലൂനക്കും, അവർ നിങ്ങളെ പഴപ്പിക്കരുത്. വലായഫ്തിനൂനക്കും, നിങ്ങളെ ഈമാൻ അവർ കളയരുത്, ഫിത്നയാക്കരുത്. അവരെ സൂക്ഷിക്കണം. അവരെ സൂക്ഷിക്കാതെ അത്തരം മൗലവിമാരെ പുസ്തകവും വായിച്ച് അവരെ ക്ലാസും കേട്ട് അവരെ സീഡിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ മുസ്ലിമീങ്ങൾ മുഴുവനും റസൂലുള്ളാഹിനോട് സഹായം തേടുന്നുണ്ട്. മദീനത്തെ പള്ളി പോയാൽ ആ പള്ളിയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ അതിന്റെ മുന്നിൽ തന്നെ സ്വർണ്ണ ലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്ന പദ്യം. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അൽമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ലകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ ഖബറിന് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് നബിയെ, ഒരുപാട് ഔദാര്യം കിട്ടുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞ് നബി തങ്ങളെ വിളിക്കുന്ന പദ്യം അവിടെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. മദീനത്തെ പള്ളിയോട് ചേർന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിന്റെ ചുമരിന്റെ മേലെ, റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതെല്ലാം അതാ ഇസ്ലാം എന്ന് പുറത്തുപോയ ശിർക്ക് ചെയ്ത മുശ്രിക്കുകൾ, ലോകമുള്ള മുഴുവനും മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് ഈ പാവപ്പെട്ട സാധാരണക്കാരായ പലരെയും ഈ മൗലൈമാര് വിശ്വസിപ്പിച്ചു. അപ്പൊ അവർക്ക് തോന്നി ഇതൊക്കെ പറയല് വലിയ വലിയ പുണ്യകർമാണ്, എന്ത് ഇടയാളം വേണ്ടെന്ന് പറഞ്ഞാൽ വലിയ പുണ്യകർമാണ് എന്ന് ഇങ്ങനെ അറിവില്ലാത്ത ആളുകൾക്ക് തോന്നിപ്പോയി. അവരെ പറ്റി ഖുർആൻ വേറെ പറഞ്ഞിട്ടുണ്ട്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. ബെടക്ക് പണി നല്ലതാണ് എന്ന് തോന്നിയ കുറെ മനുഷ്യന്മാരുണ്ട്. അതും അതെ, ബെടക്ക് പണി അത് നല്ലതാന്ന് തോന്നി. മശായിഖന്മാര് വേണ്ട, ഇമാമിങ്ങൾ വേണ്ട, ഇടയാളൻ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല ഉഷാറുള്ള ഒരു വർത്താനാണ് എന്ന് തോന്നി. എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഫാത്തിർ സൂറത്തിൽ അല്ലാഹു പറയാണ്. അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ അന്നഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. നമ്മൾ അൽ കഹ്ഫിലെ അതിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കാണുന്നില്ലേ ഒരു കൂട്ടരെ യഹ്സബൂന
യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ നല്ല കാര്യം ചെയ്യാണെന്ന് അവർ വിചാരിക്കുന്നത്. അതാരെ പറ്റിയാ പറഞ്ഞത്? അത് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളാണ് എന്ന് വാദിച്ചു ഖവാരിജ്. അവരെ പറ്റിയാണ് ഈ രണ്ടായത്തിലും വന്നത് എന്ന് തഫ്സീറിന്റെ കിതാബ് കാണാം. ആ ഖവാരിജുകൾ എന്ത് ചെയ്തു? റമദാൻ 17 അലി റളിയല്ലാഹു അൻഹു സുബഹിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ വാളുകൊണ്ട് വെട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു കൊന്നു കളഞ്ഞു. ആ കൊന്ന കക്ഷികൾ ഖവാരിജ്, അവരെ പറ്റി അല്ലാഹ് പറഞ്ഞത് യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച്, സഹാബത്തിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ശിർക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വരെ കൊല്ലുന്നത് പുണ്യകർമ്മമാണെന്ന് അവർ വിചാരിച്ചു. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ എന്ന് ഖുർആൻ പറഞ്ഞതിൽ ഈ ഖവാരിജുകൾ ഉൾപ്പെടുമെന്ന് ഒരുപാട് ഇമാമിയങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വെടക്ക് കാര്യങ്ങൾ നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് വലിയ അഭിമാനത്തോടുകൂടെ സുബ്ഹാനല്ലാഹ് ഇടയാളം വേണ്ടെന്നാണ്, ഞാൻ അതിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അവർക്കൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അവരെ ചീത്ത പറയുകയോ തെറി പറയുകയോ അല്ലെങ്കിൽ നിസാരപ്പെടുത്തുകയോ ചെയ്തതിന് പകരം അത്തരം ആളുകൾക്ക് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അത് അങ്ങനെ ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിച്ചപ്പോ ആവശ്യമില്ലാതെ പ്രസംഗിച്ചാണ്. അതിന്റെ പേരിൽ കുറെ ആളുകൾ പ്രതിഷേധവും അതുപോലെ തന്നെ വർത്താനവും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം ഖുർആൻ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ മനുഷ്യന്മാർക്ക്? അത് അയാൾക്കും പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് സത്യമല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുത്തതായിട്ട് ആരുടെ ഒരു ക്ലിപ്പും ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം. ഇന്നലത്തെ പ്രസംഗവും നിങ്ങൾ കേട്ടു നോക്കണം. കുറെയൊക്കെ ഇന്ന് പറഞ്ഞു അതിലുണ്ട്, ഇന്ന് പറഞ്ഞ പലതും ഇന്നലെ പറയാത്തതാണ്. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദി ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
اللهم صل على سيدنا محمد. الله أكبر الله أكبر. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله